ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. അദൃശ്യ പോരാട്ടം നമുക്ക് മനോഹരങ്ങളായ അനേക കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മനസ്സിന് ആസക്തികളുണ്ട്, അവയെ എതിർക്കണം, തോൽപ്പിക്കണം. എന്നിട്ട് വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, ഇങ്ങനെ ഓടിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ മുകളിൽ നമുക്ക് നല്ല വിജയം നേടണമെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം എന്ന് അവയുടെ കടക്കൽ കത്തി വെക്കണം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കത്തി വെച്ച് സമ്പൂർണമായി അവയുടെ മേൽ വിജയം നേടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് വളരെ മനോഹരമാണ്. അതിന് ഒരു ഉദാഹരണമാണ് അവർ പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു വ്യക്തിയോട് നമുക്കൊരു ദേഷ്യം, വിഷമം, അരിശം, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് കരുതുക. അപ്പോൾ എന്താണ് ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ട 3-4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, കോപത്തിലേക്കും പ്രതികാരത്തിലേക്കുള്ള മനസ്സിൻ്റെ നീക്കങ്ങളെ അപ്പം തന്നെ അവസാനിപ്പിക്കുക. അവ ആഴത്തിൽ വേരോടാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക. അവ ശരിയാണെന്ന മട്ടിൽ, എനിക്ക് കോപിക്കുന്നതിൽ അവകാശമുണ്ട്, ഞാൻ അങ്ങനെ പെരുമാറുന്നതിൽ തെറ്റില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുന്നില്ല എന്നുള്ള ആ ചിന്ത അവിടെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കുക. അതിലേക്ക് ചായാൻ ഒരു രീതിയിലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. പിടുത്തം കിട്ടിയല്ലോ, ഈസിയല്ല, പക്ഷെ ഇതാണ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് നമ്മുടെ കണ്ണുകളുടെ പരിധിക്കുള്ളിൽ തന്നെ ഈ അവസ്ഥകളുടെ സാഹചര്യങ്ങളുമെല്ലാം കൊണ്ടൊരു പുതിയ ആക്രമണം വരാം. അതിന് നമ്മൾ സജ്ജമായിരിക്കണം. അസത്യത്തെ ഞാൻ വെറുക്കുന്നു, അതിനോട് എനിക്ക് അറപ്പാണ് എന്ന് പറയുന്ന സങ്കീർത്തന വചനം 119 സങ്കീർത്തനം 63 തിരുവചനം, അല്ലെങ്കിൽ ഞാൻ അവയെ പരിപൂർണമായി വെറുക്കുന്നു എന്ന് പറയുന്ന 119 സങ്കീർത്തനം 139 സങ്കീർത്തനം 22 വചനം, അപ്രകാരമുള്ളൊരു ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് വരെ നമ്മുടെ മനസ്സിലെ ചിന്തകളെ ശത്രുക്കളെ എന്ന പോലെ നമ്മൾ കരുതണം. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു നീരസമുണ്ടെങ്കിൽ ആ നീരസത്തെ ഒരു ശത്രുവായി കണ്ട് നമ്മൾ ആ നീരസത്തെ വെറുക്കണം. അല്ലെങ്കിൽ നമ്മളിൽ ഒരു നെഗറ്റീവ് ചിന്തയുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചിന്തയോട് അറപ്പ് തോന്നത്തക്ക രീതിയിൽ നമ്മൾ അതിനെ കാണുകയും അതിനോട് അപ്രകാരമുള്ളൊരു നിലപാട് എടുക്കുകയും ചെയ്യണം. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അവയോട് വെറുപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് അവയ്ക്ക് വലിയ ഒരു താടനമായിരിക്കും. അവ പുറകോട്ട് വലിയും, എന്നാലും അപ്രത്യക്ഷമാകും. അപ്പോൾ അപ്രകാരം ഒരു നമ്മുടെ നിലപാടെടുത്താൽ ആ ചിന്തകളൊക്കെ പുറകോട്ട് മാറും, അപ്രത്യക്ഷമാകുക. അപ്പോൾ മൂന്നാമത് എന്തെടുക്കണം? കർത്താവിനെ വിളിക്കുക. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. 70 സങ്കീർത്തനം 1 തിരുവചനം. ഈ വിളി ശത്രു നീക്കങ്ങളുടെ എല്ലാ സൂചനകളും ഇല്ലാതാക്കുന്നതുവരെയും നമ്മുടെ ആത്മാവിൽ സമാധാനം നിറയപ്പെടുന്നത് വരെയും ഈ കർത്താവിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. നാലാമത്, സമാധാനം നമുക്ക് കിട്ടി, നമ്മൾ സ്വസ്ഥമായി നമ്മുടെ ഹൃദയം ശാന്തമായതിന് ശേഷം വേദനിപ്പിച്ചവരോടൊരു നല്ല വാക്ക് പറയാൻ, അല്ലെങ്കിൽ അവർക്കൊരു നല്ല പ്രവൃത്തി ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കാൻ, അപ്രകാരമുള്ളൊരു മനോഭാവം നമ്മൾ പ്രകടമാക്കുക. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക. സങ്കീർത്തനം 34:14 ഇത് അനുസരിക്കുക നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിപരീതമായ ചില ശൈലികൾ, ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, അങ്ങനെ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിജയം. യേശുവേ, ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? പക്ഷേ ഇതല്ലേ അതിൻ്റെ കറക്റ്റ് ഒരു വഴി? ഈ വഴി മനസ്സിലായില്ല, പിടുത്തം കിട്ടിയില്ല എന്ന് പറയരുത്. നമുക്ക് പരിശ്രമിക്കാം, തളർന്നു പോകരുത്. വിജയം ഉറപ്പാണ്, വിജയം ഉറപ്പാണ്. രാമേൻ പറഞ്ഞ്, വിജയം ഉറപ്പാണ്. ആമേൻ.